മഹാനായ ശശി തരൂർ റിട്ടാലിയേറ്ററി ടാരിഫ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഡിജിറ്റൽ ടാരിഫ്. അയാൾക്ക് ഈ കോപ്പ് എന്തോന്ന് പിടികിട്ട് ഡിജിറ്റൽ ടാരിഫ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി ശരിക്കും. അതായത് ആദ്യം ഇതൊന്ന് അയാൾ വലിയ മഹാനാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അയാൾക്ക് ഈ എക്കോണമിയെ പറ്റി ഇത് കോപ്പ് അറിയത്തില്ല. അയാൾ നല്ല ഒറേറ്ററാണ്, അതൊക്കെ സത്യമാണ്. എങ്ങനെയാണ് റിട്ടാലിയേറ്ററി ടാരിഫ് അടിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഇത് പോയി നിൽക്കുന്നത്, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതായത് ഗെയിം കളിക്കേണ്ട രാജ്യത്തോട് ഗെയിം കളിച്ചോണം, അല്ലാത്തവനോട് ഗെയിം കളിക്കരുത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അമേരിക്കയോട് കളിക്കരുത്. ഇന്ത്യ വളർന്നിട്ടില്ല അമേരിക്കയോട് കളിക്കാൻ. ഈ പറയുന്ന ടെക്നോളജി, അതായത് ടെക്, ഇത് 204 ബില്യൺ. ഇന്ത്യയിൽ എത്ര പേരാണ് സംഘപരിവാറോ കോപ്പന്മാരെ ഇന്ത്യയിലെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ 5.4 മില്യൺ, ഏകദേശം 54 ലക്ഷം പേരാണ് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ്. ലാസ്റ്റ് 2024 കണക്കാണ്.